Am I right? Okay. So food is the main reason why all these problems are coming to our modern lifestyle. So dietary supplements is simply a process. Dietary supplements process ആണ്. ആ പ്രോസസ്സിനകത്ത് നമ്മൾ കൊടുക്കുന്ന ന്യൂട്രിഷൻസ് എല്ലാം എടുത്ത് ആവശ്യമുള്ള ഇമ്പോർട്ടൻറ്റ് മിസ്സിംഗ് ഉള്ള ന്യൂട്രിഷൻസ് നമ്മൾ ഫുഡിനകത്ത് ആഡ് ചെയ്യും. ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഡയറ്ററി സപ്ലിമെന്റേഷൻ. ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ട്സ് എന്താണ്? മെഡിസിൻ ആണോ? നോ. വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് എ ഡയറ്ററി സപ്ലിമെന്റ്. റിമെമ്പർ ദാറ്റ് we are dealing in a field of dietary supplements. In the dietary supplements, ഇപ്പം ചോയ്സ് അല്ല, ഇപ്പം നെസസിറ്റി ആണ്. നമുക്ക് ഇപ്പോഴത്തെ ലോകം നോക്കിയാൽ, ഇപ്പം ഫ്യൂച്ചർ ഭാവിയിൽ നോക്കിയാൽ ഡയറ്ററി സപ്ലിമെന്റ്സ് ഇല്ലാത്തത്, നമുക്ക് കഴിക്കാത്തത് ഒരിക്കലും നമുക്ക് ഹെൽത്തി ആകാനുള്ള അല്ലെങ്കിൽ ജീവിക്കാനുള്ള പോസിബിലിറ്റി അല്ല. ഇറ്റ് ഹാസ് ബിക്കം എ പാർട്ട് ഓഫ് അവർ ലൈഫ്. ഗവൺമെന്റ് ഓൾറെഡി 1960 തൊട്ട് ഫുഡ് സപ്ലിമെന്റേഷൻസ് നമ്മുടെ സിറ്റിസൺസ്, അവരുടെ സിറ്റിസൺസിന് വേണ്ടി ഓൾറെഡി ചെയ്യുക. ഫസ്റ്റ് 1960 അയോഡീൻ ആയിരുന്നു ഫസ്റ്റ് ഭാഗമല്ല, അത് നമ്മുടെ കൺട്രിയുടെ പ്രൊഡക്റ്റ് അല്ല. സോ ആയുർവേദിക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു, ആയുർവേദിക് സയൻസ് മോഡേൺ സയൻസിനെ കമ്പൈൻ ചെയ്തിട്ട് ഐപേഴ്സിനെ റെഡിയാക്കുന്നു. സോ ഐപേഴ്സ് ജസ്റ്റ് വൺ എക്സാമ്പിൾ ഐ വിൽ ടേക്ക്. ഈ ഇൻഡസ്ട്രിയുടെ സ്പെഷ്യാലിറ്റി, സയൻസിന്റെ സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ എന്താണ്? See, I can take the BCS-മായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതി കൊടുക്കുക. മലയാളത്തിൽ എഴുതി കൊടുത്താൽ സാറ് സ്വീകരിക്കുന്നുണ്ടായിരിക്കും. സാർ ഒരു മലയാളിയാണ്, ആലപ്പുഴക്കാരനാണ്, നമ്മുടെ BCS-ന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിനോട് മലയാളത്തിൽ നിങ്ങൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നുണ്ടായിരിക്കും. അപ്പൊ അതിനുള്ളൊരു ചാൻസ് നിങ്ങൾക്കുണ്ട്. ഇപ്പൊ നമുക്ക് കുറച്ച് സമയം ബ്രേക്ക് ആണ്, ടീ ബ്രേക്ക് ആണ്, 30 മിനിറ്റ്സ് ആണ്. ഷാർപ്പ് ടൈമിൽ നിങ്ങൾ എല്ലാവരും അകത്ത് കയറുക. അത് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പാർട്ടുകൾ നമുക്ക് കഴിയാനുണ്ട്. താങ്ക് യു സോ മച്ച്. ശേഷം അത് നമ്മുടെ ആപ്പിലുണ്ട്. ഈ ഏത് ഡിസ്ട്രിബ്യൂട്ടർ ആണ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലർ ആണ് ECM പ്രസന്റ് ക്ലബ് ആകാൻ ഉദ്ദേശിക്കുന്നത്, പുള്ളിക്കാരൻ്റെ ID ഇട്ടിട്ട് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ യു ആർ എലിജിബിൾ ഫോർ പ്രസന്റ് ക്ലബ് എന്ന് വരും. അവിടെ ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്നത് ഒരു ആധാർ നമ്പർ ഇടുന്നതിനാണ് വെരിഫിക്കേഷൻ. അതിന് വേണ്ടിയിട്ട് അതിന് മുമ്പ് തന്നെ ഡിജി ലോക്കർ ആക്സസ് ഉണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആക്സസ് ഇല്ലെങ്കിൽ അത് ആക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറയും. അപ്പം തന്നെ അത് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ആധാർ നമ്പർ എവിടെ എൻ്റർ ചെയ്ത് കഴിയുന്ന സമയത്ത് ഈ ആധാർ എന്താ നേരത്തെ നമ്മളൊരു അഫിഡവിറ്റ് ഉണ്ടാക്കിയിട്ട് അത് വെർച്വൽ ഓഫീസിൽ അപ്ലോഡ് ചെയ്യുക ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ $1000 തൊട്ടേ അത് പറ്റുള്ളൂ. നമ്മുടെ വെർച്വൽ ഓഫീസിൽ ഒരു അഫിഡവിറ്റ് എൻ്റർ ചെയ്ത് അറിയില്ല. ഇൻ കേസ് നിങ്ങൾ ID എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അതിനകത്ത് തെറ്റ് പറ്റി, പ്ലേസ്മെൻറ്റ് ID തെറ്റി, സ്പോൺസർ തെറ്റി, എന്തെങ്കിലും പറ്റി, അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്ക് റിവ്യൂ ആക്കാൻ പറ്റിയില്ല, അതിന് വേണ്ടിയിട്ട് ഇത്ര സമയമില്ല. അപ്പോൾ ആ സമയങ്ങളിൽ ഇത് 24 hours ടൈമുണ്ട്. ഈ ID ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത് തുടങ്ങാം. പക്ഷെ അതിന് വേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഓർഡർ ഉണ്ടാകാൻ പാടില്ല, ഓർഡർ പ്ലേസ് ചെയ്ത് ഉണ്ടാകാൻ പാടില്ല. ആ ID താഴെ വേറെ ID വന്നിട്ടുണ്ടാകരുത്. വേറെ പ്ലേസ്മെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ 24 hours ഉണ്ട് ഈ ID ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ചെയ്യാം, ഇത് ഓഫീസിലേക്ക് വിളിക്കേണ്ട കാര്യമില്ല. ഇൻ കേസ് ഓർഡർ പ്ലേസ് ആയിട്ടുള്ളതാണ് എനിക്ക് എല്ലാവരും അറിയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരു ID ക്രിയേറ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ വേണമെങ്കിൽ നമുക്ക് ID ഡിലീറ്റ് ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണോ ഇത്?